തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ വിജയ്. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ഇന്ന് ഗവർണറെ കാണും. ടിവികെയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. 2 മന്ത്രിസ്ഥാനങ്ങളും പ്രധാനപ്പെട്ട ബോർഡ് കോർപ്പറേഷൻ പദവികളും വേണമെന്ന ഉപാധികളോടെയാണ് സഖ്യനീക്കം. തീരുമാനം ഇന്ന് കോൺഗ്രസ് ടിവികെയെ അറിയിക്കും. വിജയിയെ പിന്തുണയ്ക്കുന്നതിൽ ഇടതു പാർട്ടികളുടെയും മുസ്ലിം ലീഗിന്റെയും നിലപാടും ഇന്നറിയാം. ചെറുകക്ഷികൾക്ക് പുറമെ AIADMKയുമായും ടിവികെ സഖ്യ ചർച്ചകൾ നടത്തുന്നുവെന്ന് അഭ്യൂഹമുണ്ട്. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകും. നോബിൾ, അപ്പോൾ 234 അംഗ നിയമസഭ, 118 സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷത്തിന്. ഹൈക്കമാൻഡ് തന്നെ പൂർണ്ണ പിന്തുണ നൽകിക്കഴിഞ്ഞു. തമിഴ്നാട് PCCക്ക് തീരുമാനമെടുക്കാമെന്നുള്ളത്. ഇന്നലെ അവർ ആ തീരുമാനം എടുക്കുകയും ചെയ്തു. പക്ഷേ DMKയ്ക്കുള്ളിൽ കടുത്ത വിമർശനം കോൺഗ്രസിനെതിരെ ഉയരുന്നുണ്ട്. ഒരു തോൽവിയുടെ പേരിൽ നിപ്പിനെ മറുകണ്ഠം ചാടി പോകുന്ന അത്ര ശരിയായ നടപടിയല്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ കോൺഗ്രസിന്റെ പിന്തുണ മാത്രം പോരാ, മറ്റ് ചെറു കക്ഷികളുടെ പിന്തുണയും കൂടി വേണം. CPI, CPM, ലീഗ് പിന്തുണയൊക്കെ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. നാളെ സത്യപ്രതിജ്ഞയുമാണ്. എന്താണ് അപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്നത്? ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാണല്ലേ നോബിൾ? ഷിഹാസ്, തമിഴ്നാട്ടിൽ ഇന്നത്തെ ദിവസം ഏറ്റവും നിർണായകമാണ്. തമിഴകത്തെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ദിവസം കൂടിയായിരിക്കും എന്നിവിടെ നമുക്ക് വിലയിരുത്താം. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതിനോടകം തന്നെ തമിഴകത്ത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ വിജയ്ക്ക് പിന്തുണ നൽകാനൊരു തീരുമാനം എത്തിച്ചിട്ടുണ്ട്. തീരുമാനം എന്ന് പറയുന്നത് പിന്തുണ നൽകുക എന്ന് തന്നെയാണ്. ഇന്നലെ ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ യോഗം ചേർന്നുകൊണ്ട് നേതാക്കൾ ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തെ നിലപാട് സ്വീകരിക്കാനുള്ള എല്ലാ അധികാരവും നൽകി എന്ന് പറയുമ്പോൾ സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ വിജയെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് കത്ത് നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതോടെ ഇപ്പോൾ എന്താണെങ്കിലും TVK കോൺഗ്രസ് സഖ്യം ഉറപ്പായിരിക്കുന്നു. 2 മന്ത്രിസ്ഥാനവും ഒപ്പം മറ്റ് കോർപ്പറേഷൻ ബോർഡ് പദവികളൊക്കെ ആവശ്യപ്പെട്ടുള്ള തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നൽകാനും TVK എന്താണെങ്കിലും തയ്യാറാണെന്ന് മനസ്സിലാക്കുന്നു. 4 മുതൽ 6 വരെ മന്ത്രിസ്ഥാനങ്ങൾ സഖ്യകക്ഷികൾക്ക് നൽകാൻ തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് TVK വൃത്തങ്ങൾ നേരത്തെ തന്നെ സൂചന നൽകിയത്. അതിനു പിന്നാലെയാണ് കോൺഗ്രസ് അടക്കമുള്ള മറ്റ് ചെറു കക്ഷികളെ സമീപിക്കുകയും ചെയ്ത് കോൺഗ്രസിന് പുറമെ മൊത്തം 10 MLAമാരുടെ പിന്തുണ കൂടിയാണ് TVKയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായുള്ളത്. ഇതിൽ 5 പേർ കോൺഗ്രസിന്റെ പക്കലുണ്ട്. CPM, CPI, അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികൾ മുസ്ലിം ലീഗ്, BCK അടക്കമുള്ള പാർട്ടികളെ കൂടി സമീപിച്ചുകൊണ്ട് ഈ തീരുമാനം ഈ സർക്കാർ രൂപീകരണത്തിന് പിന്തുണ നൽകണം എന്നാണ് TVKയുടെ ആവശ്യം. ഈ ചെറു പാർട്ടികൾ ഇന്നിപ്പോൾ നിലപാട് അറിയിക്കും എന്ന് കരുതുന്നു. CPM, CPIക്ക് DMK ആയിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള പാർട്ടിയാണ്. കോൺഗ്രസിനും അതേ ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് എന്താണെങ്കിലും ആ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് സംസ്ഥാനത്ത് TVKയ്ക്കൊപ്പം പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. CPM, CPI, അതോടൊപ്പം മുസ്ലിം ലീഗ് എന്നീ പാർട്ടികൾ തീരുമാനം എടുക്കുമോ എന്നാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ആകാംക്ഷ. അങ്ങനെയാണെങ്കിൽ ഇതിനോടകം തന്നെ സ്റ്റാലിനുമായി നിൽക്കുന്ന അടുത്ത വൃത്തങ്ങൾ വലിയ വിമർശനമാണ് കോൺഗ്രസിന് എതിരെ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് UPA സർക്കാരിൽ ഭാഗമായിരുന്നു DMK. അതിനു മുൻപും വലിയ രാഷ്ട്രീയ സഖ്യം DMKയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുണ്ട്. പല ഘട്ടങ്ങളിലും BJPയുടെ വലിയ ആക്രമണം ഉണ്ടായപ്പോഴൊക്കെ ഈ സഖ്യം വിട്ടു പോകാവുന്ന പാർട്ടിയാണ് DMK. അങ്ങനെയുള്ള പാർട്ടിയെ കോൺഗ്രസ് ഈ ഒരു അവസരവാദം, പ്രത്യേകിച്ച് ഈ ഒരു സമയത്തെ രാഷ്ട്രീയ ഒഴുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വിട്ടിട്ട് പോകുന്നത് ഒട്ടും ശരിയല്ല. മുൻകാലത്തെ ചരിത്രം അടക്കം പരിശോധിക്കുന്ന നിലപാടൊക്കെയാണ് DMK വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ അപ്പോഴും പ്രായോഗിക രാഷ്ട്രീയം, പ്രത്യേകിച്ച് കോൺഗ്രസിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത് BJPയോ അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷികളോ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്താൻ വേണ്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും തെറ്റില്ല എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിലൊരു അവരൊരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വത്തിന് നിലപാട് സ്വീകരിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ വിജയ് ഗവർണറെ കണ്ടുകൊണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. നാളെ സത്യപ്രതിജ്ഞ നടക്കാനുള്ള നീക്കമാണ് എന്താണെങ്കിലും നടക്കുന്നത്. CPM, CPI അടക്കമുള്ള പാർട്ടികൾ കൂടി പിന്തുണ നൽകുമെന്ന പ്രതീക്ഷയാണ് വിജയ്ക്കുള്ളത്. അതേസമയം AIADMKയുമായും വിജയ് ചർച്ചകൾ നടത്തുന്നു എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മറ്റ് ഒരു കക്ഷികളുടെയും ആവശ്യമില്ല. AIADMK പിന്തുണ നൽകുകയാണെങ്കിൽ മറ്റു ഒരു കക്ഷികളുടെയും ആവശ്യം ഇല്ലാതെ തന്നെ, അത്തരത്തിൽ സഹകരണം ഇല്ലാതെ തന്നെ വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയും. എന്താണെങ്കിലും തമിഴക രാഷ്ട്രീയം അങ്ങ് ഇളകി മറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഈ കൂറുമാറ്റം, ഈ പറഞ്ഞ മുന്നണി മാറ്റം തന്നെ വലിയ മാറ്റമായി തന്നെ വീക്ഷിക്കേണ്ടി വരും. ഒരുപക്ഷെ ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ നീക്കങ്ങളടക്കം എങ്ങനെയായിരിക്കും ഇത് പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് പ്രധാനപ്പെട്ടാണ്. കാരണം DMKയുടെ MPമാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ലോക്സഭയിൽ ഒറ്റക്കെട്ടായി അത് ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന MLAമാരാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ CPMഉം കോൺഗ്രസും സംസ്ഥാനത്ത് 2 ചേരികളും കേന്ദ്രത്തിലെത്തുമ്പോൾ ഒറ്റക്കെട്ടും ഒറ്റ സഖ്യവുമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. സമാനമായ നിലപാട് DMK ഒരുപക്ഷെ സ്വീകരിക്കുകയായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ദേശീയ രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ ഐക്യത്തെ അടക്കം ഇത് ബാധിക്കുന്ന ഒരു തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്ന് വേണം ഈ കടത്തിൽ വിലയിരുത്താൻ. എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാവും. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അത് ദളപതി വിജയ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു 10 സീറ്റുകളുടെ കുറവുണ്ട്. 10 സീറ്റുകൾ ഉറപ്പിക്കാൻ ആരുടെയൊക്കെ പിന്തുണ, ചെറുകക്ഷികൾ ആരൊക്കെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ ഇന്ന് തീരുമാനമറിയാം.